2024 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം അപ്പോഴാണ് CPM യഥാർത്ഥത്തിൽ വിലയിരുത്തുന്നത്. LDFിൻ്റെ വോട്ട് BJPയിലേക്ക് പോകുന്നുണ്ടെന്ന് അവിടെ തിരിച്ചറിയുന്ന ഒരു നിർണായക സന്ദർഭമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് പഴയ മരുന്ന് തന്നെ ഉപയോഗിച്ച് ആ വോട്ട് തടഞ്ഞു നിർത്തണം. ഏത് മരുന്ന്? 2019-ലും 20-ലും 21-ലും ഉപയോഗിച്ച അതേ മരുന്ന് 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച് തിരിച്ചു പിടിക്കാൻ നോക്കുകയാണ്. എൻ്റെ MG കൂട്ടുന്നുണ്ട്. കുറച്ച് ഡോസ് കൂട്ടുന്നു. വെള്ളാപ്പള്ളി എന്ന് പറയുന്നൊരു ഐഡോളിന് മുന്നിൽ വയ്ക്കുന്നു. പറയുമ്പോൾ ഞങ്ങളല്ല ചെയ്യുന്നത്, വെള്ളാപ്പള്ളിയല്ലേ പറയുന്നത്, നമ്മൾ പറയുന്നില്ലല്ലോ, വെള്ളാപ്പള്ളി പറയുന്നു. അപ്പോൾ അത് ആണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയാണോ ഇതിൻ്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ അത് സമ്മതിക്കാൻ പറ്റില്ല. ശബരിമലയാണെന്ന് ചോദിക്കുമ്പോൾ സമ്മതിക്കുന്നില്ല. ശബരിമല അതിനെപ്പറ്റി ചോദ്യമേ വേണ്ട എന്നുള്ള രീതിയിലാണ് MV ഗോവിന്ദ മാസ്റ്റർ പറയുന്നത്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നു, സ്വർണ്ണക്കൊള്ളയിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത തിരിച്ചടിയായോ? എന്ത് വന്നാലും അന്വേഷണം കേട്ട് തീരുമാനമുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിനയൽ, ഈ ഡിനയൽ മോഡിനൊരു കാരണമുണ്ട്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ ഡിനയൽ മോഡിൻ്റെ കാരണം 2024 പാളിയത് 2019, 20, 21 വിജയിച്ച കാര്യം 2024 പാളിയത് തിരിച്ചറിഞ്ഞ് 2025 അത് വീണ്ടും പാളുമ്പോൾ ഇനി അവർക്ക് ഇത് തിരുത്താനുള്ള സമയമില്ല എന്നുള്ളതാണ് പ്രധാനം. ഇനി കേവലം 6 or 7 മാസം മാത്രമാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിനുള്ളത്. ഈ 7 മാസം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനും തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സമയം മാത്രമാണ്. UDFനാണെങ്കിലും LDFനാണെങ്കിലും ഈ സമയത്ത് അവർ പരീക്ഷിച്ച് പാളിയൊരു സ്ട്രാറ്റജി ഞങ്ങൾ പാളി എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ പാളിയത് സമ്മതിച്ചാൽ മാത്രമല്ല അത് തിരുത്തണം. അത് തിരുത്താനുള്ള സമയമില്ല. എങ്ങനെ തിരുത്തുക? ഒന്ന് വെള്ളാപ്പള്ളി നടേശനെ കൈവിടണം. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്നിട്ട് വെള്ളാപ്പള്ളി വർഗീയവാദിയാണ്, നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറയാൻ പറ്റില്ല. അത് പറഞ്ഞാൽ അതിലും വലിയ ഡാമേജ് CPMനുണ്ടാവും. അവൻ കാറിൽ കയറിയതാണ്, ഞാൻ കയറ്റിയതല്ല എന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അതിലും വലിയ ഡാമേജ് ഉണ്ടാവും, വലിയ തിരിച്ചടി അവർക്കുണ്ടാവും. മറ്റൊന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് അന്വേഷണം കഴിയട്ടെ എന്ന് പറയാൻ കാരണം അന്വേഷണം കഴിഞ്ഞാലേ ഇവന്മാരെന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഈ സമയത്ത് പത്മകുമാറിനെയും N വാസുവിനെയും പുറത്താക്കുകയാണെന്ന് കരുതുക പാർട്ടി, അവർക്ക് എന്തും പറയാം, എന്തും മൊഴി ഉള്ളതാവട്ടെ ഇല്ലതാവട്ടെ. ഇപ്പോൾ ഇനിയിപ്പോൾ എന്താണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്? എന്താണ്? ഈ രണ്ടുപേരിൽ ഇനി അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് പോകുന്നത്. എല്ലാവർക്കും അറിയാം. ഇനി അന്വേഷണം അങ്ങോട്ടാണ് പോകേണ്ടത്. ഇവർ ഈ സമയത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കട്ടെ. കടകംപള്ളിയുടെ പേര് മാത്രമല്ല അവർ പറയാം. അവർക്കൊക്കെ പങ്കുണ്ടെന്ന് പറഞ്ഞാൽ അവർ ചുമ്മാ പറഞ്ഞാൽ മതി. അവർ മൊഴി കൊടുത്തത് ഒരു വാർത്തയായാൽ മതി. അതുണ്ടാകുന്ന ഡാമേജ് എന്തായിരിക്കും? അപ്പോൾ ഇപ്പോൾ ഡിനയൽ മോഡല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ ഗോവിന്ദ മാസ്റ്റർക്ക് പറ്റില്ല. ഞങ്ങൾ തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നേ പറയൂ. അതല്ലാതെ തോറ്റു എന്ന് പോലും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ അടിത്തറ ഭദ്രമാണ്, ഞങ്ങളുടെ വോട്ട് പോയിട്ടില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. ആകെ തോൽപ്പിച്ചതാരാണ്? കോട്ടയം, മലപ്പുറമാണ്.